DCCയുടെയും മന്ത്രിയുടെയും APSന്റെയും പേരിൽ വ്യാജ സീലുണ്ടാക്കി തട്ടിപ്പ് നടന്നിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് പണം തട്ടിയെന്നാണ് പരാതി. കക്കാട് മണ്ഡലം പ്രസിഡന്റ് ടി മുരളിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കണ്ണൂർ DCCയുടെയും മന്ത്രി സണ്ണി ജോസഫിന്റെയും അഡീഷണൽ PS ചന്ദ്രൻ തില്ലങ്കേരിയുടെയും പേരിലാണ് വ്യാജ സീലുകൾ ഉണ്ടാക്കിയത്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, ഒരു മഹാതട്ടിപ്പുകാരനാണല്ലോ ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ടി മുരളി. എന്താണ് ഇയാളുടെ തട്ടിപ്പുകളുടെ വിവരങ്ങൾ? സ്മൃതി, തീർച്ചയായിട്ടും വലിയ തട്ടിപ്പ് തന്നെയാണ് കണ്ണൂരിൽ നടന്നിരിക്കുന്നത്. കക്കാട് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള മുരളിയാണ് ഇത്തരത്തിൽ വ്യാജ സീലുകൾ ഉണ്ടാക്കി പരലിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തിട്ടുള്ളത്. കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഏകദേശം ഒരു 2 വർഷം മുൻപേ തന്നെ പലരിൽ നിന്നും ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പണം നൽകിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ജോലി നൽകാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പലരും ഈ ടി മുരളിക്ക് പണം നൽകിയിട്ടുള്ളത്. 5 പേരിൽ നിന്നും 10 ലക്ഷം രൂപ, അതായത് ശരാശരി ഒരാളിൽ നിന്നും 2 ലക്ഷം രൂപ വീതം ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇയാൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത് ഭരണം, അതായത് പുതിയ UDF സർക്കാരൊക്കെ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ PS ആയിട്ടുള്ള ചന്ദ്രൻ തില്ലങ്കേരിയുടെ സീലും അതുപോലെ തന്നെ കണ്ണൂർ DCCയുടെ സീലും ഒക്കെ പതിച്ചിട്ടുള്ള ഒരു കത്ത് ഈ പണം വാങ്ങിയവർക്ക് ഈ മുരളി അയക്കുന്നത്. ഇത് വിശ്വസനീയം, അല്ലെങ്കിൽ തങ്ങൾ ജോലി വാഗ്ദാനം ചെയ്ത് വിശ്വസനീയമാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിഫോം അടക്കം ഇയാൾ നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ DCC തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ എല്ലാ പ്രാഥമികമായിട്ടുള്ള അംഗത്വത്തിൽ നിന്നുൾപ്പെടെ ഇയാളെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും DCCയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാലും വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത്. അതും മന്ത്രിയുടെ APSന്റെ സീലും കണ്ണൂർ DCCയുടെ സീലും ഒക്കെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ആ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങളിലേക്കൊക്കെ ഇപ്പോൾ കടന്നിട്ടുണ്ട്. ശരി, കണ്ണൂരിലെ ഒരു വ്യാജ സീലുണ്ടാക്കിയിട്ട് തട്ടിപ്പ് നടത്തിയ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്.